നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിനസംഖ്യ വരുന്നത് 18,72,484ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 15-ാം തീയതിയാണ്. ശകവർഷം 1947, ആശ്വിനമാസം 9-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ 1-ാം തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ നവമി തിഥിയാണ്. രാത്രി 7 വരെയുള്ള സമയത്ത് നവമി തിഥി വരുന്നുണ്ട്. തുടർന്ന് ദശമിയാണ്. നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. രാവിലെ 8:17 വരെ മാത്രമാണ് പൂരാടം നക്ഷത്രം ഉള്ളത്. അതിനുശേഷം ഉത്രാടം നക്ഷത്രമാണ്. കരണം വരുന്നത് പുലികരണമാണ്. 6:39 വരെ മാത്രമാണ് പുലികരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശോഭനനാമ നിത്യയോഗമാണ്. രാത്രി 12:33 വരെയുള്ള സമയത്ത് ഈ ശോഭനനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല, അത്തം ഞാറ്റുവേലയാണ്. ഋതു ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15 51 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:11 11 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 55 20 പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:13 തുടങ്ങി 1:42 വരെയുള്ള സമയത്താണ്. ഗുളികക്കാലം വരുന്നത് രാവിലെ 10:44 തുടങ്ങിയിട്ട് 12:13 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 7:45 തുടങ്ങി 9:14 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവേ ദോഷകാലങ്ങളാകയാൽ വർജ്യകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് ഇത് അനുകൂലമല്ല. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:49 തുടങ്ങി 12:11 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യത്തിൽ വർജ്ജ് 12:15 മുതൽക്ക് 12:37 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അന്നേ ദിവസം തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരൻ, അര ആദ്യത്തെ 2 പാദം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്ര ഇതൊക്കെയും ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. ക്രൂര കർമ്മങ്ങൾ, അതുപോലെ വന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കിണർ, കുളം മുതലായിട്ടുള്ളവ കുഴിക്കുക, യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രഹരം, ആയുധം ഉണ്ടാക്കുക, കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പൂരാടം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ നവമി തിഥിയാണ്. അതും അനുകൂലമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒന്നല്ല. യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കലഹം, അതുപോലെ ചൂത് കളിക്കുക, അസ്ത്രശസ്ത്രങ്ങൾ ഉണ്ടാക്കുക, വാസ്തുകർമ്മം, ശില്പകർമ്മം മുതലായിട്ടുള്ളവയാണ് നവമി തിഥി അനുകൂലമായിട്ടുള്ളത്. ഇന്ന് മഹാനവമിയാണ്. ഈ നവമി ദിവസം മറ്റ് ശുഭകർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ദേവിയെ ഭജിക്കുക, ദേവീ മാഹാത്മ്യം വായിക്കുക, പൂജ കഴിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഒഴിച്ച് വയ്ക്കേണ്ടത്. നമസ്കാരം.